മന്ത്രിസഭയെ നാറ്റിച്ചതിന് സമാധാനം പറയണോ? ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസ ഒപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയാ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ഷനിലും ഉണ്ടെന്നറിയാം, പ്രയോഗിക്കുന്നില്ല. കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല, സൗകര്യമില്ല. ഇത്തരം നാഷണൽ വേസ്റ്റുകളോട് വായിട്ടലയ്ക്കാനുള്ള ക്ഷമയില്ലാഞ്ഞിട്ടാണ് സാർ. കൂടുതൽ വാലിട്ടിളക്കണ്ട. ഒരു IPS കാരൻ മുഹമ്മദ് സർക്കാർ, തനിക്ക് ഏതവനാണോ ഈ പേരിട്ടു? സാറിന്റെ അച്ഛൻ. എടോ, മന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ പന്ന റാസ്കൽ? സാർ വിടാൻ പറഞ്ഞത്. മാറണോ വിടണോ? മിസ്റ്റർ മുഹമ്മദ് സർ, ഒരു ഹോം മിനിസ്റ്ററുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഫിലിം ഹീറോയെ ഞാൻ സഹിക്കും, രസിക്കും. എന്റെ സബോർഡിനേറ്റിനെ തന്തയ്ക്ക് വിളിക്കുന്ന റിയാലിറ്റിയെ ഐ വിൽ നോട്ട് ടോളറേറ്റ്. യു ഹാവ് ടു ടോളറേറ്റ് സർ. പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. എന്റെ മിനിസ്റ്റർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു. ദാറ്റ്സ് ഓൾ. മുഹമ്മദ് എന്ന പേര് ഉപ്പയിട്ടാണെങ്കിലും സർക്കാർ എന്ന വാല് മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ, നാരായണൻ നമ്പ്യാർ. അതെ സർ, മലബാറിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാർ കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം. അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം. അവരും കനിഞ്ഞില്ല. അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി ഇരന്ന് മടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു. ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല. ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ് മാസ്റ്റർ നമ്പ്യാർ സാർ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ, എന്റെ പേരിന് പുതിയൊരു വീട്ടുപേര് കൂടി എഴുതി ചേർത്തു, സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂഞ്ഞ്. മുഹമ്മദ് സർക്കാരായി, മുഹമ്മദ് സർക്കാർ.